ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എർത്തിൽ നിന്ന് അടർന്നു മാറി സ്വന്തമായൊരു ഓർബിറ്റ് കണ്ടെത്തി അതിൽ കറങ്ങുന്ന സോളാർ സിസ്റ്റമിലെ തന്നെ സുനേവ് എന്ന പ്ലാനറ്റിൽ നിന്നുള്ള റേസാണ് വെള്ളച്ചിറകുകളുള്ള ബാറ്റ്മാൻ. കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിട്ടുള്ള ഇവരുടെ വംശപരമ്പര ഒരു മിസ്റ്ററി ആണെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം എർത്തിൽ നിന്ന് മനുഷ്യർ തങ്ങളെ കാണാൻ വരുമെന്ന് അവർക്കറിയാമായിരുന്നു. ജോ കാൽകാക്നോയും ഫ്രെഡ് ഷോബും ക്രിയേറ്റ് ചെയ്ത് 1939 ഡിസംബറിലെ ഡെയറിംഗ് മിസ്റ്ററി കോമിക്സിന്റെ സെക്കൻഡ് ഇഷ്യൂയിലൂടെ വന്ന ഇവരെ സഫിയർ ജോണസ് എന്ന ഹീറോയുടെ സ്റ്റോറിയിലൂടെയായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1940 സഫിയർ ജോണസും ആളുടെ കമ്പാനിയനായ കോർക്കി ഗ്രോഗനും ഇവിടെ എത്തിപ്പെടുമ്പോൾ ഇവർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസ് മനസ്സിലാക്കിയ ഒരു സിവിലൈസ്ഡ് മൊണാർക്കിയായി മാറിയിരുന്നു. എങ്കിലും സഫിയറും കോർക്കിയും അവർക്ക് തങ്ങളുടെ പലതരം ടെക്നോളജീസും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. കിങ് ബോലോ ആയിരുന്നു അവരുടെ രാജാവ്. കിങ് ബോലോയുടെ മകളായ പ്രിൻസസ് ടോങ്ക അവരുടെ രാജകുമാരിയും. ഇതിനിടെയാണ് ഇവരുടെ എതിരാളികളായിട്ടുള്ള പാരക്മെൻ എന്ന സാവേജ് സ്പീഷ്യസ് അവരെ ആക്രമിക്കാനെത്തിയത്. ആർക്കും അറിയാതെ സ്വന്തം നാടിനെ ചതിച്ച് അവർക്ക് വേണ്ടി ചാരപ്പണി നടത്തിയ ബാറ്റ്മാന്റെ ജനറൽ റൂഡോ ആണെങ്കിൽ സഫിയറിനോടുള്ള അസൂയ കൊണ്ട് അവരെ രണ്ടുപേരെയും ചാരന്മാരായി കള്ളക്കേസിൽ കുടുക്കി വധിക്കാൻ തടവിലാക്കി. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ പാരക്മെൻ ഇവിടം ആക്രമിക്കുകയും സഫിയറും കോർക്കിയും അവർക്കൊപ്പം തങ്ങളുടെ ഗൺസ് കൊണ്ട് അവരോട് പോരാടുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ആ യുദ്ധത്തിൽ ജയിച്ചതോടെ ജനറൽ റൂഡോ ആണ് യഥാർത്ഥ ചതിയനെന്ന് മനസ്സിലാക്കിയ അവർ അയാളെ പിടികൂടി വധിക്കുകയും സഫിയറും കോർക്കും നിരപരാധികളാണെന്ന് പറയുകയും ചെയ്യുന്നു. പിന്നീട് സഫിയറും കോർക്കിയും തിരിച്ചു പോകുന്നതിന് മുമ്പേ അവർ ഇവർക്ക് ഗൺസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിനാൽ ഇനി അവർക്ക് പാരക്മെനെ ആക്രമിക്കാൻ വരുമ്പോൾ സ്വയം പ്രതിരോധിക്കാനും സാധിക്കും. മനുഷ്യരെ പോലെ തന്നെയുള്ളവർക്ക് പറക്കാനുള്ള ചിറകുകളും അതിനോട് ചേർന്ന ബോഡി ഫീച്ചേഴ്സുമാണ് കൂടുതലായിട്ടുള്ളത്. ഇവരുടെ ലെവൽ ഓഫ് ടെക്നോളജീസിനെ കുറിച്ച് നോക്കിയാൽ തങ്ങളുടെ ലൈഫ് സ്പാന് എത്ര വേണേലും കൂട്ടാൻ സാധിക്കുന്ന ഒരു എലിക്സർ കണ്ടെത്തിയ ഇവർ മെഡിക്കൽ സയൻസിൽ ശരിക്കും അഡ്വാൻസ്ഡ് ആയിരുന്നു. അതിനാൽ തന്നെ ചില ബാറ്റ്മാനൊക്കെ 300 മുതൽ 400 വർഷം വരെ ജീവിച്ചിരുന്നു. മെഡിക്കൽ സയൻസിനെ കൂടാതെ എർത്തിലെ ടെക്നോളജീസ് ആയിട്ടുള്ള ഫയർ ആംസ്, റേഡിയോ, മോഷൻ പിക്ചേഴ്സ്, ടെലിവിഷൻ, മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയവയും സഫിയറിൽ നിന്നും അവർ മനസ്സിലാക്കിയെടുത്തു. ഇവരുടെ എർത്തുമായിട്ടുള്ള കണക്ഷൻ അങ്ങനെ തെളിയിച്ചിട്ടില്ലെങ്കിലും ബാറ്റ് പീപ്പിൾ പോലത്തെ എർത്തിലെ മറ്റ് ഏവിയൻ റേസിനോട് സിമിലർ ആയ ഒരു ഗ്രൂപ്പ് തന്നെയാവണം സുനേവിലെ ഈ ബാറ്റ്മാനും.